ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ വീട് മാറി അന്ന് തന്നെ സാധനങ്ങളെല്ലാം എത്തി. വൈകുന്നേരമാണ് കിട്ടിയത്. അപ്പോൾ ഒരുപാടൊന്നും അടുക്കി പെറുക്കി വെക്കാൻ പറ്റിയില്ല, ഭയങ്കര ടയേർഡായിരുന്നു. അടുത്ത ദിവസമാണ് ഇത് ചെയ്യാൻ നിൽക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ പകച്ചു പോയ ഒരു ദിവസം. ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്ന എല്ലാവരും ഈ ഒരു ദിവസത്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പവും ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ തലേന്ന് തന്നെ അരി കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരച്ചെടുത്തിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം കുക്കറിൽ അരിയിട്ട് ഷെൽഫൊക്കെ പതുക്കെ വൃത്തിയാക്കാൻ തുടങ്ങി. കുറച്ചൊന്ന് ബോറടിച്ചപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ ഉണ്ട്. സൈഡിലൊരു മാങ്ങ മരമുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് കാണുന്ന വൈറ്റില ഹൈവേ ആണ്. പിന്നെ അവിടെ സർവണഭവൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. പാലക്കാട് നഗരമധ്യത്തിൽ ജനിച്ച എനിക്ക് കാറിൻ്റെയും വണ്ടിയുടെയും ഒച്ചയും ബഹളവും ഇല്ലാതെ ജീവിക്കുക പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു, നിനക്ക് പറ്റിയൊരു വീട് തന്നെ കിട്ടിയെന്ന്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കഴിയുമ്പോഴേക്ക് നമ്മുടെ കർട്ടൻ്റെ ആളെത്തിയിട്ടോ. നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കർട്ടന് ഓർഡർ കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു കർട്ടൻ പറയണത് പഴയ ഒരു ഹാങ്ങറാണ്, പൈപ്പാണ്. അതിൽ റണ്ണർ പറയും. ആ റണ്ണറിൽ നമ്മൾ ഒരു കൊളുത്ത് പിടിപ്പിച്ചിട്ടാണ്, ഈ കർട്ടനിൽ തന്നെ ഒരു കൊളുത്ത് പിടിപ്പിച്ചിട്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ ആ പൈപ്പിൽ തന്നെ കുറേ റണ്ണർ ഉണ്ടായിരുന്നില്ല. അവർ വാങ്ങിച്ചിട്ട് നമുക്ക് വേണ്ടി ഇത് സെറ്റ് ചെയ്ത് തന്നതാണ്. ഒരുപാട് കളക്ഷനുള്ള നല്ലൊരു ഷോപ്പാണ്. നേരിട്ട് പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നോക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ വാട്സപ്പ് വഴി കുറച്ച് സാമ്പിൾ അയച്ചു തരാൻ പറഞ്ഞു. അതിൻ്റെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തു. അവരെല്ലാം ഓക്കെ പറഞ്ഞ ഒരു കളറാണ് എടുത്തത്. ഇത് പിസ്ത ഗ്രീനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചൂടുള്ള ഒരു കാലാവസ്ഥയ്ക്ക് യോജിച്ച തുണിയാണ്, കളറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫാമിലിയൊക്കെ നല്ല സെലക്ഷൻ എന്ന് പറഞ്ഞു കേട്ടോ. ഇത് 3 ബെഡ്റൂമിനും കൂടെ ഒരു കളർ തുണിയാണ് എടുത്തിട്ട്, ഒറ്റ കളറേ എടുത്തിട്ടുള്ളത്. പക്ഷേ റൂമിൻ്റെ വെളിച്ചം അനുസരിച്ച് ഓരോ റൂമിലും ഓരോ ഷെയ്ഡാണ് തോന്നിക്കുന്നത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിൽ കോട്ടൺ കർട്ടൻ തുണി അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പാലാരിവട്ടത്ത് റൂഫ് കോട്ടൺ കർട്ടൻ ഷോപ്പിൽ ചെന്നാൽ മതി. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിച്ചു വന്നു. ഷെൽഫൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലമാര കാണുമ്പോൾ വലിയമ്മയുടെ പഴയ ചില്ലലമാര ഓർമ്മ വരുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബൊക്കെ നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ വർക്ക് ഏരിയയിൽ ഓപ്പൺ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. കാരണം കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊള്ളുമ്പോൾ അത് കുറച്ച് വൃത്തിയായിട്ട് നാറ്റമില്ലാതിരിക്കണം കേട്ടോ. ഏതൊരു വീടിനെയും നമ്മുടെ സ്വന്തമാക്കാൻ നമ്മുടെ ചില ബന്ധങ്ങളെ, ഇഷ്ടങ്ങളെ, ശീലങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് മുറുക്ക പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.